നമസ്കാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ അത്രയധികം ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നായ്ക്കുരണ. കാലങ്ങളായി ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. എന്താണ് ഈ നായ്ക്കുരണ, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. നായ്ക്കുരണ പയർവർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഇതിന്റെ കായ്കൾക്ക് പുറത്ത് ചെറിയ രോമങ്ങൾ ഉണ്ടാകും. ഈ രോമങ്ങൾ ശരീരത്തിൽ തട്ടുമ്പോൾ ചൊറിച്ചിലുണ്ടാകും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ സസ്യം അതിന്റെ ഔഷധ ഗുണങ്ങളാൽ വളരെ വിലപ്പെട്ടതാണ്. ഇതിന്റെ വിത്തുകളാണ് പ്രധാനമായും ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. എങ്കിലും ഇലകളും വേരുകളും ചില ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നായ്ക്കുരണയുടെ വിത്തുകളിൽ എൽഡോപ്പ എന്നൊരു പ്രധാന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിൽ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതാണ് ഇതിന്റെ പല ഔഷധ ഗുണങ്ങൾക്കും പിന്നിൽ. നായ്ക്കുരണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന് അതിന്റെ നാഡീവ്യൂഹത്തെ സഹായിക്കാനുള്ള കഴിവാണ്. പാർക്കിൻസൺസ് രോഗം പോലുള്ള അവസ്ഥകളിൽ ഇത് ആശ്വാസം നൽകാൻ സഹായിക്കും. എൽഡോപ്പയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. മാനസികാരോഗ്യത്തിനും നായ്ക്കുരണ മികച്ചതാണ്. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടാൻ ഇത് സഹായിക്കും. ഡോപ്പാമിൻ തലച്ചോറിലെ സന്തോഷത്തെയും പ്രചോദനത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പുരുഷന്മാരുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിലും നായ്ക്കുരണയ്ക്ക് വലിയ പങ്കുണ്ട്. ബീജത്തിന്റെ എണ്ണം കൂട്ടാനും ഗുണമേന്മ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ഇത് ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. ശരീരത്തിന് ഊർജ്ജം നൽകാനും പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നായ്ക്കുരണ നല്ലതാണ്. വ്യായാമം ചെയ്യുന്നവർക്കും പേശിബലം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് പ്രയോജനകരമാണ്. ഇതൊരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുകയും ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ ഇതിന് വീക്കം കുറയ്ക്കുന്ന ഗുണങ്ങളുമുണ്ട്. നായ്ക്കുരണയുടെ വിത്തുകൾ സാധാരണയായി ഉണക്കിപ്പൊടിച്ച് ചൂർണ്ണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗുളിക രൂപത്തിലും ഇത് ലഭ്യമാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു ഔഷധവും പോലെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മറ്റു രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ അളവിലും രീതിയിലും ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.